ഹായ് എല്ലാവർക്കും ലേണേഴ്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോ SSLC കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമറിസം എന്നതിൻ്റെ ലെറ്റസ് എസ് എസ് സൊല്യൂഷൻസ് ആണ് കേട്ടോ. നിങ്ങൾക്കറിയാം പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. ഫസ്റ്റത്തെ ചാപ്റ്റർ തന്നെ ഓർഗാനിക് കെമിസ്ട്രി ആണ്, കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ട് പഠിക്കേണ്ട ചാപ്റ്റർ ആണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഇതിൻ്റെ സൊല്യൂഷൻസ് ഒക്കെ കണ്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിച്ചാൽ മാത്രമേ ഓരോ ചോദ്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, സോ നമ്മൾ ലെറ്റസ് എസ് എസ് സൊല്യൂഷൻസ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ കാണാം നിങ്ങൾക്ക്. എ ചെയിൻ ഹാവിങ് 6 കാർബൺ ആറ്റംസ് ഈസ് ഗിവൺ ബിലോ. 6 കാർബൺ ആറ്റം ഉള്ള ഒരു ചെയിൻ നൽകിയിട്ടുണ്ട് അല്ലേ. ഇതാണ് ആ ഒരു ചെയിൻ. കംപ്ലീറ്റ് ദ സ്ട്രക്ചർ ബൈ ആഡിങ് ഹൈഡ്രജൻ ആറ്റംസ് ടു ഈച്ച് കാർബൺ ആറ്റം. ഈ ഒരു ചോദ്യം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു കോൺസെപ്റ്റ് കിട്ടണം. അതായത് കൺസെപ്റ്റ് ഇതാണ്. ഇവിടെ കാർബണ് പരമാവധി ബോണ്ടുകൾ ഉണ്ടാക്കാൻ പറ്റുന്നത് 4 ബോണ്ടുകളാണ് അല്ലേ. നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. 4 ബോണ്ടുകളാണ് കാർബണ് പരമാവധി രൂപീകരിക്കാൻ പറ്റുക. അപ്പോൾ ഇവിടെ ഈ കാർബൺ എടുക്കുന്ന സമയത്ത്, ആദ്യത്തെ കാർബൺ എടുക്കുന്ന സമയത്ത് ഒരു ബോണ്ട് ഓൾറെഡി ഈ കാർബണുമായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞു അല്ലേ. രണ്ടാമത്തെ കാർബണുമായിട്ട് ബോണ്ട് രൂപീകരിച്ച് കഴിഞ്ഞു. ഇനി എത്ര ബോണ്ടുകൾ കൂടി പറ്റും? യെസ്, 3 ബോണ്ടുകൾ കൂടി പറ്റും. ഈ 3 ബോണ്ട് ഹൈഡ്രജൻ ആയിട്ടാണ് ആരുണ്ടാക്കുക? കാർബൺ ഉണ്ടാക്കുക. എന്ന് പറഞ്ഞാൽ ഇവിടെ 3 ഹൈഡ്രജൻ വരും. ഓക്കെ, ഇനി ഈ കാർബൺ എടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു ബോണ്ട് പോയി, ഇവിടെ ഒരു ബോണ്ട് പോയി. ഇനി എത്ര ബോണ്ട് കൂടി പറ്റും? യെസ്, 2 ബോണ്ട് കൂടി പറ്റും അല്ലെ. 2 ബോണ്ട് കൂടി ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ H2 വന്നു. ഇനി അടുത്ത കാർബൺ എടുക്കുന്ന സമയത്ത് 1, 2, 3 ബോണ്ടുകൾ പോയല്ലോ. ഇനി ഒരു ബോണ്ടല്ലേ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് ഒരു ഹൈഡ്രജൻ ഇവിടെ ഉണ്ടാകും. ഓക്കെ, ഇനി അടുത്തത് ഈ കാർബൺ എടുക്കുന്ന സമയത്ത് ഒരു ബോണ്ട് പോയി. ഇനി എത്ര ഹൈഡ്രജൻസ് പോസിബിൾ ആണ്? 3 ഹൈഡ്രജൻസ് പോസിബിൾ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ H3 എന്ന് വന്നു. ഇനി അടുത്ത കാർബൺ എടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു ബോണ്ട് പോയി, അടുത്ത ബോണ്ട് പോയി. ഇനി എത്ര ബോണ്ടുകൾ ഉണ്ടാക്കാൻ പറ്റും? 2 ബോണ്ടുകൾ കൂടി ഉണ്ടാക്കാനായിട്ട് പറ്റും. ദാറ്റ് മീൻസ് ഇവിടെ 2 ഹൈഡ്രജൻ വരും അല്ലെ. ഇവിടെ H2 എന്ന് വരും. ഇനി അടുത്ത നോക്കുന്ന സമയത്ത് ഈ കാർബണ് ഒരു ബോണ്ട് ഉണ്ടാക്കി. ഇനി എത്ര ബോണ്ടുകൾ കൂടി പറ്റും? 3 ബോണ്ടുകൾ കൂടി പറ്റും. ഈ 3 ബോണ്ട് ഹൈഡ്രജൻ ആയിട്ടായിരിക്കും ഉണ്ടാക്കുന്നുണ്ടാവുക. ദാറ്റ് മീൻസ് അതിൻ്റെ സ്ട്രക്ചർ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത് അല്ലേ. CH3 CH2 CH CH3, ഇവിടെ താഴേക്ക് CH2, താഴേക്ക് CH3. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദ്യം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ മോളിക്കുലാർ ഫോർമുല ഓഫ് ദിസ് കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ടിൻ്റെ മോളിക്കുലാർ ഫോർമുല, തന്മാത്ര സമവാക്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. കാർബണിൻ്റെ എണ്ണവും ഹൈഡ്രജൻ്റെ എണ്ണവും എഴുതുക. കാർബണിൻ്റെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C എന്ന് എഴുതിയിട്ട് 1, 2, 3, 4, 5, 6 അല്ലേ. C6 എന്ന് എഴുതുക. അതുപോലെ ഹൈഡ്രജൻ്റെ എണ്ണം നിങ്ങൾ 3, 6, 9, 10, 12, 14 അല്ലേ. ടോട്ടലി ഇത് എന്ത് ചെയ്താൽ മതി? കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെ എണ്ണവും കൃത്യമായിട്ട് എഴുതി വെച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ ദർ ഇൻ ദ മെയിൻ ചെയിൻ ഓഫ് ദിസ് കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ടിൻ്റെ മെയിൻ ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ടെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഈ ഒരു കോമ്പൗണ്ട് നിങ്ങൾ നോക്കുന്ന സമയത്ത് പലരും മെയിൻ ചെയിൻ എടുക്കുമ്പോൾ എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങൾ മെയിൻ ചെയിൻ എടുക്കും. ഓക്കെ, അങ്ങനെ നിങ്ങൾ തെറ്റിക്കരുത്. നിങ്ങൾ ഏറ്റവും പരമാവധി കാർബൺ ആറ്റംസ് എവിടെയാണോ ഉള്ളത് ആ ഒരു ചെയിനായിരിക്കണം നിങ്ങൾ എടുക്കേണ്ടത്. ഓക്കെ, പരമാവധി കാർബൺ ചെയിനുകൾ ഉണ്ടായിരിക്കണം. അപ്പോൾ പരമാവധി കാർബൺസ് വരുന്നത് ഈ ഒരു ചെയിനിലാണ് അല്ലേ. ഈ ഒരു ചെയിനിലാണ്. ഓക്കെ, ഞാനിങ്ങനെ സ്ട്രെയിറ്റ് ചെയിൻ എടുക്കുകയാണെങ്കിൽ 1, 2, 3, 4 കാർബണേ വരുന്നുള്ളൂ. ഇങ്ങനെ എടുക്കുന്ന സമയത്ത് എനിക്ക് 1, 2, 3, 4, 5 കാർബൺ ആറ്റംസ് വരുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുക്കേണ്ട മെയിൻ ചെയിൻ ഏതാണ്? യെസ്, ഈ പറഞ്ഞ മെയിൻ ചെയിൻ ആണ് അല്ലേ. അപ്പോൾ നമ്മുടെ ചോദ്യം എന്താ? മെയിൻ ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ടെന്നാണ് ചോദ്യം. മെയിൻ ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? യെസ്, 5 കാർബൺ ആറ്റംസ് അല്ലെ. 5 കാർബൺ ആറ്റങ്ങളുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ IUPAC നെയിം ചോദിച്ചിട്ടുണ്ട്. IUPAC നെയിം എഴുതാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. മെയിൻ ചെയിൻ കിട്ടിക്കഴിഞ്ഞാൽ മെയിൻ ചെയിനിനെ എന്ത് ചെയ്യണം? യെസ്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കും നമ്പർ ചെയ്യണം അല്ലേ. ദാറ്റ് മീൻസ് ഇവിടെ 1, 2, 3, 4, 5 അല്ലേ. ഇങ്ങനെ ഈ നമ്പർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുക? 1, 2, 3 എന്ന പൊസിഷൻ തന്നെയല്ലേ കിട്ടുക. അപ്പോൾ നമുക്ക് പൊസിഷൻ നമ്പർ കിട്ടി 3 അല്ലേ. 3 എന്ന് നമുക്ക് കിട്ടി. 3. ഇനി ഇവിടെ ബ്രാഞ്ച് വന്നിരിക്കുന്നത് CH3 ആണ് അല്ലേ. CH3 ആണ് ബ്രാഞ്ച് വന്നിരിക്കുന്നത്. CH3യുടെ ബ്രാഞ്ചിൻ്റെ പേര് നമ്മൾ പഠിച്ചല്ലോ. ദാറ്റ് ഈസ് മീഥൈൽ അല്ലേ. 3 മീഥൈൽ എന്ത് വന്നു? യെസ്, പെൻറ്റെയിൻ എന്ന് നമുക്ക് ആൻസർ ഇതിൻ്റെ IUPAC നെയിം കിട്ടി. 3 മീഥൈൽ പെൻറ്റെയിൻ. ഓക്കെ, എല്ലാവരുടെയും ശരിയായി എന്ന് വിചാരിക്കുന്നു. 3 മീഥൈൽ പെൻറ്റെയിൻ. അറിയാത്തവരുണ്ടെങ്കിൽ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇതിപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ചോദ്യമാണ്. കുറേ അധികം IUPAC നെയിമുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ചോദ്യം നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ CH3, CH2, CH2, CH, CH2, CH3, മുകളിലേക്ക് ഒരു ബ്രാഞ്ച് CH3 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മളിവിടെ ഒരു മെയിൻ ചെയിൻ സെലക്ട് ചെയ്യുക അല്ലേ. ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റംസ് വരുന്ന ഒരു മെയിൻ ചെയിൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇതാണ് നിങ്ങളുടെ മെയിൻ ചെയിൻ അല്ലേ. മെയിൻ ചെയിൻ കിട്ടിക്കഴിഞ്ഞു. ഇനി ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കും നമ്പർ ചെയ്ത് നോക്കുക അല്ലേ. ഇവിടെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കും നമ്പർ ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെയാണ് ബ്രാഞ്ച് വന്നത്. ഈ ബ്രാഞ്ചിന് എന്ത് കിട്ടണം? കുറവ് നമ്പർ കിട്ടണം. അപ്പോൾ 4ഉം വന്നു, അതുപോലെ 3യും വന്നു അല്ലേ. 4ഉം വന്നു, 3യും വന്നു. അപ്പോൾ ഏതാണ് കുറവ് നമ്പർ? 3 ആണ് കുറവ് നമ്പർ അല്ലേ. അപ്പോൾ അതാണ് ശരിയായിട്ടുള്ള മെത്തേഡ്, ശരിയായിട്ടുള്ള നമ്പറിങ്. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്ന കാര്യമാണ്. സോ ഇവിടെ ബ്രാഞ്ചിൻ്റെ പൊസിഷൻ നമ്പർ നമുക്ക് കിട്ടുന്നത് 3 ആണ് അല്ലേ. ബ്രാഞ്ചിൻ്റെ ശാഖയുടെ സ്ഥാനസംഖ്യ നമുക്ക് കിട്ടുന്നത് 3 ആണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് കിട്ടി 3 മീഥൈൽ അല്ലേ. ഇവിടെ M ക്യാപിറ്റൽ എഴുതണം, ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കണം. 3 മീഥൈൽ എന്ത് വന്നു? 6 കാർബൺ ആറ്റംസ് ഉള്ളത് കൊണ്ട് നമുക്ക് ഹെക്സൈൻ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, 3 മീഥൈൽ ഹെക്സൈൻ ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ആൻസർ കിട്ടുന്നത് കേട്ടോ. ഓക്കെ, സോ ഫസ്റ്റ് കോമ്പൗണ്ടിൻ്റെ പേര് കിട്ടി, 3 മീഥൈൽ ഹെക്സൈൻ എന്ന് നമുക്ക് എന്ത് ചെയ്തു? യെസ്, ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ ആണല്ലോ. യെസ്, ഇനി അടുത്തത് B ചോദ്യമാണ്. B ചോദ്യം നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ സ്ട്രെയിറ്റ് ചെയിൻ തന്നെയാണ്, പക്ഷേ ഇവിടെ സ്ട്രെയിറ്റ് ചെയിനിൽ ഒരു ഡബിൾ ബോണ്ട് വന്നിട്ടുണ്ട് അല്ലേ. അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡബിൾ ബോണ്ട് വന്ന കേസിൽ നമ്മൾ എന്താ ചെയ്യുക? ഡബിൾ ബോണ്ട് വന്ന കേസിൽ നമുക്കറിയാം, ആദ്യമേ നമ്മൾ എന്ത് ചെയ്യണം? നമ്പറിങ് ചെയ്യണം അല്ലേ. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നമ്പർ ചെയ്യണം. അപ്പോൾ 1 2 3 4 5 6. ഇനി റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്പർ ചെയ്യുമ്പോൾ 1 2 3 4 5 6 അല്ലേ. ഇങ്ങനെ നമ്പർ ചെയ്യുമ്പോൾ ഈ ഡബിൾ ബോണ്ട് വരുന്ന കാർബൺ എന്ത് കിട്ടണം? കുറവ് നമ്പർ കിട്ടണം അല്ലേ. അതായത് ഈ കാർബൺ എന്താക്കിയ നമ്പർ വന്നിരിക്കുന്നത്? 4 വന്നിട്ടുണ്ട് അല്ലേ. ഇതുപോലെ ഇവിടെ നിന്ന് തുടങ്ങുന്ന കാർബണ് 2 ആണ് നമ്പർ വന്നത്. അപ്പോൾ കുറവ് നമ്പർ കിട്ടുന്നത് നിങ്ങൾ നോക്കുമ്പോൾ 2 ആണ് കറക്റ്റായിട്ട് വരുന്ന നമ്പറിങ്. ഓക്കെ, സോ അതിൻ്റെ നെയിം നമുക്ക് കിട്ടുന്നത് എന്താണ്? യെസ്, ഇവിടെ നമുക്ക് നെയിം കിട്ടുന്നത് 6 കാർബണേറ്റ് ആയതുകൊണ്ട് അതിൻ്റെ വേർഡ് റൂട്ട് ഹെക്സ് ആണ്. ഹെക്സ്, ഒരു ഹൈഫൺ, അതിനുശേഷം 2, അതിനുശേഷം ഈൻ എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ചേർത്ത് കൊടുക്കേണ്ടത്. ഓക്കെ, ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. ഹെക്സ് 2 ഈൻ. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിനകത്ത് കൃത്യമായിട്ട് കൊടുത്തിട്ടുള്ള കാര്യമാണ് ഹെക്സ് 2 ഈനൊക്കെ. അതുപോലെ ബ്യൂട്ടി 2 ഈനും കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിനകത്ത്. അടുത്ത ക്വസ്റ്റ്യനിൽ നോക്കുന്ന സമയത്ത് CH3, CH2, CH2, C, ട്രിപ്പിൾ ബോണ്ട് C, CH3. ഓക്കെ, അപ്പോൾ ഇവിടെ നേരത്തെ കേസിൽ ഡബിൾ ബോണ്ട് ആയിരുന്നു, ഇവിടെ ഈ കേസിൽ ട്രിപ്പിൾ ബോണ്ടാണ് വന്നത് അല്ലെ, ത്രിബന്ധനാണ് വന്നത്. അപ്പോൾ ത്രിബന്ധനം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ആദ്യമേ എന്ത് എഴുതണം? എത്ര കാർബണേറ്റ് ഉണ്ടോ അതിൻ്റെ പേര് എഴുതുക അല്ലെ. എത്ര കാർബണേറ്റ് ഉണ്ട്? 6 കാർബണേറ്റ് ഉണ്ട്. നിങ്ങൾ എണ്ണി നോക്കിയാൽ അറിയാം, 1 2 3 4 5 6 അല്ലെ. 6 കാർബണേറ്റത്തിന് നമ്മൾ പറയുക ഹെക്സ് എന്നാണ്. ഹെക്സ്, ഒരു ഹൈഫൺ, അതിനുശേഷം അതിൻ്റെ നമ്പർ 2 എന്ന നമ്പർ എഴുതുക. അതിനുശേഷം ഐൻ എന്ന് ചേർത്താലാണ് നമുക്ക് ട്രിപ്പിൾ ബോണ്ട് ആയിട്ട് കിട്ടുള്ളൂ. ഓക്കെ, ഇങ്ങനെ ഐൻ എന്ന് ചേർത്ത് കഴിഞ്ഞാൽ അത് ട്രിപ്പിൾ ബോണ്ടാണ്. ഈൻ എന്ന് ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഈൻ എന്ന് ചേർത്താൽ അത് ഡബിൾ ബോണ്ടാണ്. ഓക്കെ, സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ അടുത്ത ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഹെക്സ് 2 ഐൻ എന്നതാണ് ഈ ഒരു കോമ്പൗണ്ടിൻ്റെ പേര്. ഓക്കെ, IUPAC നെയിം. അടുത്ത ക്വസ്റ്റ്യൻ വളരെ എളുപ്പമാണ്. കാർബോക്സിലിക് ആസിഡ് ആണ് അല്ലേ. ആസിഡ് ഗ്രൂപ്പുകളാണ്, കാർബോക്സിലിക് ആസിഡ് ആണ്. നമ്മൾ എടുത്ത് പഠിച്ചു കഴിഞ്ഞ കാര്യമാണ് കാർബോക്സിലിക് ആസിഡ്. ഓക്കെ, കാർബോക്സിലിക് ആസിഡിൽ നിങ്ങൾക്കറിയാം നമ്പറിങ് ചെയ്യണം അല്ലേ. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് നമ്പർ ചെയ്യേണ്ടത്. COOHൽ നിന്നാണ് തുടങ്ങേണ്ടത്. അപ്പോൾ 1 2 3 4 5 ഇങ്ങനെ തുടങ്ങിയല്ലോ. യെസ്, ഇങ്ങനെ തുടങ്ങുന്ന സമയത്ത് നമ്മളിത് നമ്പർ ചെയ്തില്ലെങ്കിലും നിങ്ങൾക്കറിയാം, COOH എന്ന് പറയുന്നത് എപ്പോഴും എൻഡുകളിൽ വരുന്ന ഗ്രൂപ്പാണ്, എപ്പോഴും അറ്റത്തായിരിക്കും കാണപ്പെടുന്നുണ്ടാവുക. ഓക്കെ, സോ ഇത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. 5 കാർബണേറ്റ് ആണ്. 5 കാർബണേറ്റ് ആയതുകൊണ്ട് പെൻഡ് അല്ലെ, പെൻഡാൻ, അതിനുശേഷം COOH ആയതുകൊണ്ട് ഓയിക് ആസിഡ് എന്ന് ചേർത്ത് കൊടുക്കണം എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പെൻഡനോയിക് ആസിഡ് എന്ന് പറഞ്ഞിട്ട് അടുത്തതിൻ്റെ പേര് കിട്ടി. ഓക്കെ, പെൻഡനോയിക് ആസിഡ്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്കറിയാം, ഇവിടെ CH3, CH2, CH2, CHO
അല്ലെ. CHO എന്ന് പറയുന്നത് ഒരു എന്താണ് ആൽഡിഹൈഡ് ഗ്രൂപ്പാണ്. പഠിപ്പിച്ചു തന്ന കാര്യമാണ് ആൽഡിഹൈഡ് ഗ്രൂപ്പാണ്. അപ്പോൾ ആൽഡിഹൈഡ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് നോക്കുമ്പോഴറിയാം ഇവിടെ എത്ര കാർബൺ ആറ്റങ്ങളുണ്ട്. യെസ്, നമുക്ക് എണ്ണാം. 1 2 3 4 കാർബൺ ആറ്റങ്ങളുണ്ട്. അപ്പോൾ ഈ 4 കാർബൺ ആറ്റത്തിൽ നമ്മൾ 4 കാർബൺ ആറ്റത്തിന്റെ വേർഡ് റൂട്ട് നമ്മൾ ബ്യൂട്ടാൻ എന്നാണ് പറയുക. ഓക്കെ, ബ്യൂട്ടാൻ അല്ല, ബ്യൂട്ടാൻ എന്നാണ് നമ്മൾ പറയുക. ബ്യൂട്ടാൻ. അതിനുശേഷം COOH അല്ല, നമുക്കിവിടെ CHO ആണ് വന്നിട്ടുള്ളത് അല്ലേ. ആൽഡിഹൈഡ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, ആൽഡിഹൈഡ് വന്നു കഴിഞ്ഞാൽ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. CHO ആണ് വരുന്നതെങ്കിൽ നമ്മൾ ലാസ്റ്റ് എന്ത് ചേർക്കണം? സഫിക്സ് ആയിട്ട് ആല് ചേർക്കണം അല്ലേ. ലാസ്റ്റ് എന്ത് ചേർക്കണം? ആല് എന്നുകൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടും ബ്യൂട്ടനാൽ എന്ന് കിട്ടും. ഓക്കെ, സോ ഈ ഒരു IUPAC നെയിം നമുക്ക് കിട്ടി. ഈ ഒരു കോമ്പൗണ്ടിൻ്റെ IUPAC നെയിം ബ്യൂട്ടനാൽ. റെഡി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുന്ന സമയത്ത് CH3 CH2 CH2 CO CH3 ഇത് നമ്മൾ കൃത്യമായിട്ട് നമ്പറിങ് ചെയ്യണം അല്ലേ. അതായത് നമ്മൾ ഈ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നമ്പർ ചെയ്തു, അതുപോലെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്പർ ചെയ്തു എന്നിരിക്കട്ടെ. ഓക്കെ, എന്നെ നമ്പർ ചെയ്തു. അപ്പോൾ നമ്പർ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്, കീറ്റോൺ ഗ്രൂപ്പ് അല്ലെ, കീറ്റോ ഗ്രൂപ്പ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ CO ഗ്രൂപ്പിന് എന്ത് വരണം? കുറവ് നമ്പർ വരണം അല്ലേ. ഇങ്ങനെ നമ്പർ ചെയ്യുമ്പോൾ 4ഉം വരുന്നുണ്ട് 2ഉം വരുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞോ, കുറവ് നമ്പറാണ് നമ്മൾ എപ്പോഴും എടുക്കേണ്ടത്. കുറവ് നമ്പർ എന്ന് പറയുന്നത് എപ്പോഴും 2 ആണ് അല്ലേ, 2 ആണ്. അപ്പോൾ നമുക്ക് ഈ മുകളിലത്തെ റെഡ് കൊണ്ട് എഴുതിയത് ഇറേസ് ചെയ്ത് കളയാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? യെസ്, ഈ നമ്പറിങ് കൃത്യമായിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും ഇതിൻ്റെ IUPAC നെയിം എന്ന് പറയുന്നത് യെസ് പെൻറ്റാൻ അല്ലെ, പെൻറ്റാൻ. കാരണം 5 കാർബണേറ്റ് ആണ്. അപ്പോൾ പെൻറ്റാൻ 2 ഓൺ അല്ലെ, പെൻറ്റാൻ 2 ഓൺ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ അതിൻ്റെ IUPAC നെയിം എഴുതാനായിട്ട് പറ്റും. ഓക്കെ, പെൻറ്റാൻ 2 ഓൺ. റെഡി. യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഇത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ CH3 CH2 CH3. ഇവിടെ സിയുടെ മുകളിലേക്കും താഴേക്കും CL കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യമേ മെയിൻ ചെയിൻ സെലക്ട് ചെയ്യുക അല്ലേ. മെയിൻ ചെയിൻ ആണ് നമ്മൾ ആദ്യമേ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ മെയിൻ ചെയിൻ സെലക്ട് ചെയ്യുക. മെയിൻ ചെയിൻ എന്ന് പറയുന്നത് ഇതാണ്. ഈ മെയിൻ ചെയിനിനെ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക്, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്പർ ചെയ്യുക. ഇങ്ങനെ നമ്പർ ചെയ്ത് നോക്കുമ്പോൾ 1 2 3 4 ഇങ്ങനെ നമ്പർ ചെയ്യുമ്പോൾ 1 2 3 4. അപ്പോൾ ഈ കാർബണാറ്റത്തിന് കുറവ് നമ്പർ കിട്ടണം അല്ലേ. കുറവ് നമ്പർ 2 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് പൊസിഷൻ കിട്ടിക്കഴിഞ്ഞു. പൊസിഷൻ 2 ആണ്. ഓക്കെ, അപ്പോൾ 2 2 അല്ലെ, ഇതിൻ്റെ പേര് എങ്ങനെയാണ് വരിക? 2 2 ഡൈ ക്ലോറോ അല്ലെ. ഇവിടെ CL ആണ് വന്നത്, അതുകൊണ്ട് ഡൈ ക്ലോറോ എന്ത് വന്നു? ബ്യൂട്ടൈൻ എന്ന് വന്നു അല്ലേ. 2 2 ഡൈക്ലോറോ ബ്യൂട്ടൈൻ. കാരണം ഇവിടെ ബ്യൂട്ടൈൻ എഴുതാൻ കാരണം എന്താണ്? മെയിൻ ചെയിനിൽ 1 2 3 4 കാർബണേറ്റങ്ങളാണുള്ളത്. ഓക്കെ, അതിൽ രണ്ടാമത്തെ പൊസിഷനിൽ അല്ലെ, രണ്ടാമത്തെ പൊസിഷനിൽ CL ഉണ്ട്, അതുപോലെ തന്നെ രണ്ടാമത്തെ പൊസിഷനിൽ CL ഉണ്ട്. അതാണ് 2 2 ഡൈക്ലോറോ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെയും പൊസിഷനിൽ 2 അല്ലെ, 2 ക്ലോറിൻ ഉണ്ട്. ഇതാണ് ഈ ഒരു കോമ്പൗണ്ട് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ അറിയാം. CH3 CH2O CH2 CH3. ഇത് വളരെ എളുപ്പമാണ് അല്ലേ. ഇതിവിടെ ഓക്സിജൻ ആണ്. ഓക്സിജൻ്റെ ലെഫ്റ്റിലേക്ക് ഒരു ഭാഗമുണ്ട്, റൈറ്റിലേക്ക് ഒരു ഭാഗമുണ്ട്. ലെഫ്റ്റിലേക്കുള്ള ഭാഗത്തിൽ 2 കാർബണേറ്റ് ആണ്, അതുകൊണ്ട് അതിൻ്റെ വേർഡ് റൂട്ട് എത്താണ്. ഓക്കെ, ഇനി ഈ ഓക്സിജന് പകരം നമ്മൾ ഓക്സി എന്ന് എഴുതി കൊടുക്കുക. ഓക്കെ, ഇനി അടുത്ത ഭാഗത്തും നമുക്കറിയാം 1 2 കാർബണേറ്റങ്ങളുണ്ട്, അതിൻ്റെയും വേർഡ് റൂട്ട് എത്ത് എന്നതാണ്. ഓക്കെ, ഇനി അവസാനം ഒരു എയിൻ കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള IUPAC നെയിം നമുക്ക് കിട്ടും. ഓക്കെ, സോ ഇതിൻ്റെ IUPAC നെയിം നമുക്ക് കിട്ടിയല്ലോ. എത്തോക്സി അല്ലെ, എത്തോക്സി ഈത്തൈൻ. എത്തോക്സി ഈത്തൈൻ എന്നാണ് നമുക്ക് എന്ത് കിട്ടിയത്? ഇതിൻ്റെ IUPAC നെയിം കിട്ടിയത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഓക്സിജൻ ഉണ്ട്, അതിൻ്റെ ലെഫ്റ്റിലേക്ക് ഒരു ഭാഗം, റൈറ്റിലേക്ക് ഒരു ഭാഗം. ലെഫ്റ്റിലേക്ക് 2 കാർബൺ, അതുകൊണ്ട് എത്ത് എന്ന് എഴുതി. ഇനി ഓക്സിജൻ്റെ ഓക്സി എഴുതി. ഇനി റൈറ്റിലേക്ക് 2 കാർബൺ ആയതുകൊണ്ട് അതിൻ്റെ എത്ത് എഴുതി. അവസാനം ഒരു എയിൻ ചേർത്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ എത്തോക്സി ഈത്തൈൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആൻസർ അല്ലെങ്കിൽ അതിൻ്റെ IUPAC നെയിം കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളിവിടെ നോക്കുമ്പോൾ അറിയാം. CH3 C ഡബിൾ ബോണ്ട് CH3. താഴേക്ക് ഒരു CH3 കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് നമ്പർ ചെയ്ത് നോക്കൂ. നമ്പർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇവിടെ 1 2 3 4 എന്ന് പറഞ്ഞിട്ട് വരും അല്ലേ. ഇവിടെ ഈ രണ്ടാമത്തെ കാർബണാറ്റത്തിൽ ഡബിൾ ബോണ്ടും വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ബ്രാഞ്ചും വന്നിട്ടുണ്ട്. ശരിയല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പേര് കൃത്യമായിട്ട് എഴുതാൻ പറ്റുന്ന കാര്യം 2 മീഥൈൽ അല്ലേ, 2 മീഥൈൽ ബ്യൂട്ട്
2ene എന്നാണ്. 2-methyl ബ്യൂട്ട് 2ene. കാരണം നിങ്ങൾ ഇവിടെ നോക്കുമ്പോഴറിയാം രണ്ടാമത്തെ കാർബണിൽ എന്ത് വന്നിട്ടുണ്ട്, ഒരു മീഥൈൽ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. ബ്യൂട്ട് എന്ന് എഴുതാൻ കാരണം ഇവിടെ മൊത്തത്തിൽ 4 കാർബണായിട്ടാണ്, ബ്യൂട്ട് 2ene അല്ലെ. രണ്ടാമത്തേൽ തന്നെ ഡബിൾ ബോണ്ടും വന്നിട്ടുണ്ട്. അതുകൊണ്ട് 2-methyl ബ്യൂട്ട് 2ene എന്നാണ് നമ്മൾ ആൻസർ എഴുതുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, CH ട്രിപ്പിൾ ബോണ്ട് CH3 താഴേക്ക് ഒരു CH3. ഓക്കെ, ഇവിടെ ട്രിപ്പിൾ ബോണ്ട് വരുന്ന കേസും ഉണ്ട്, ഒരു ബ്രാഞ്ച് വരുന്ന കേസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്പർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, മെയിൻ ചെയിൻ എപ്പോഴും ട്രിപ്പിൾ ബോണ്ട് ഉള്ളതായിട്ട് എടുക്കുക, അല്ല മെയിൻ ചെയിൻ എപ്പോഴും ട്രിപ്പിൾ ബോണ്ട് ഉള്ളതായിട്ട് എടുക്കുക, അല്ലെങ്കിൽ ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ഡബിൾ ബോണ്ട് എടുക്കുക. അപ്പോൾ ഇനി നമ്മൾ നമ്പറിങ് ചെയ്യണം അല്ലേ. നമ്പറിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ഇവിടെ നിന്നാണ് നമ്പർ ചെയ്യുക, 1 അതിന് ശേഷം 2 3 4 അല്ലേ. കാരണം ഈ ഡബിൾ ബോണ്ടിനാണ് കുറച്ചും കൂടി എന്ത് കൂടുതൽ കൊടുക്കേണ്ടത്, പ്രയോറിറ്റി കൂടുതൽ കൊടുക്കേണ്ടത്. അപ്പോൾ ട്രിപ്പിൾ ബോണ്ടിനാണ് പ്രയോറിറ്റി കൂടുതൽ കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ട്രിപ്പിൾ ബോണ്ടിന് കുറവ് നമ്പർ വരണം അല്ലേ, ട്രിപ്പിൾ ബോണ്ടിന് കുറവ് നമ്പർ വരണം. അപ്പോൾ നമുക്കറിയാം ഇവിടെ നോക്കുന്ന സമയത്ത് ഒരു ബ്രാഞ്ച് കൂടി വന്നിട്ടുണ്ട്. ഈ ബ്രാഞ്ച് വന്നിരിക്കുന്നത് 3-ാമത്തെ പൊസിഷനിലാണ്. അപ്പോൾ നമുക്കിതിൻ്റെ പേര് എഴുതാൻ പറ്റും 3-methyl ബ്യൂട്ട് ഐൻ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. 3-methyl ബ്യൂട്ടൈൻ എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, 3-methyl ബ്യൂട്ടൈൻ. അല്ലെങ്കിൽ ചിലർ പേര് എഴുതുന്നത് കണ്ടിട്ടുണ്ട്, ഇങ്ങനെയും എഴുതാറുണ്ട്, 3-methyl ബ്യൂട്ട് 1-ine എന്നുകൂടി എഴുതാറുണ്ട് കേട്ടോ. എങ്ങനെ എഴുതിയാലും നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ തന്നെയാണ്. സോ 3-methyl ബ്യൂട്ട് 1-ine. ഓക്കെ, ഈ പൊസിഷൻ നമ്മൾ കാണിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. 1-ine എന്ന് എഴുതിയാലും 1-ine എന്ന് എഴുതിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിൽ വന്നിട്ടുള്ളത്. കുറച്ച് സ്പീഡിലാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് ക്ലാസ്സസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. ഡീറ്റെയിൽ നിങ്ങൾ കണ്ടതിന് ശേഷം മാത്രമേ ഈ ചോദ്യങ്ങൾ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, നിങ്ങൾ തന്നെ സ്വയം ഓരോ ചോദ്യങ്ങളും ചെയ്യുക. ഈ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ഓരോ ചോദ്യങ്ങളും ഓരോ IUPAC നെയിം എഴുതുക. അതിനുശേഷം വീഡിയോയിൽ പറയുന്ന സൊല്യൂഷൻസ് കറക്റ്റ് തന്നെയല്ലേ എന്നുകൂടി ഒന്ന് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, യെസ്, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യനിൽ ഇവിടെ IUPAC നെയിം നൽകിയിട്ടുണ്ട്, അതിൻ്റെ സ്ട്രക്ചർ നമ്മുടെ അടുത്ത് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ 2,3,3 ട്രൈമീഥൈൽ ഹെക്സൈൻ എന്ന് പറയുമ്പോൾ മക്കളെ ഇവിടെ ശ്രദ്ധിക്കണം നിങ്ങൾ. ഇവിടെ നമ്മൾ അറബി വായിക്കുന്നത് പോലെ ഈ ഒരു ഹെക്സൈൻ എന്ന് നമ്മൾ ആദ്യം വായിക്കുക, അതിനുശേഷം ട്രൈമീഥൈൽ എന്ന് വായിക്കുക, അതിനുശേഷം 2,3,3 എന്ന് നിങ്ങൾ വായിക്കാം. നിങ്ങൾ ചെയ്യേണ്ട മെത്തേഡാണ് ഞാൻ പറഞ്ഞത്. ഹെക്സൈൻ എന്ന് പറയുമ്പോൾ എത്ര കാർബണേറ്റ് ഉണ്ട്, 6 കാർബണേറ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ 6 കാർബണേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 6 കാർബൺ ആറ്റംസ് ഇങ്ങനെ എന്ത് ചെയ്യുക, എഴുതി കൊടുക്കുക, 6 കാർബൺ ആറ്റംസ്. ഇനി ഞാൻ എന്താ പറഞ്ഞത്, ട്രൈമീഥൈൽ അല്ലേ. ട്രൈമീഥൈൽ എന്ന് പറഞ്ഞാൽ 3 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, 3 CH3 ഗ്രൂപ്പ് ഉണ്ട് അല്ലേ. CH3 ഗ്രൂപ്പ് എത്ര എണ്ണം ഉണ്ട്, 3 എണ്ണം ഉണ്ട്. ഈ 3 CH3 ഗ്രൂപ്പ് ഏതൊക്കെ പൊസിഷനിലാണ് ഇരിക്കുന്നത്, 2-ാമത്തെയും 3-ാമത്തെയും 3-ാമത്തെയും പൊസിഷനിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ കാർബൺ ആറ്റത്തിൽ ഇത് 1 2-ാമത്തെ പൊസിഷനിലുണ്ട്, അതുപോലെ 3-ാമത്തെ പൊസിഷനിൽ എന്തുണ്ട്, ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, അതുപോലെ തന്നെ വീണ്ടും 3-ാമത്തെ പൊസിഷനിൽ എന്തുണ്ട്, ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, അപ്പോൾ മീഥൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ CH3 ഗ്രൂപ്പ് ആണല്ലോ. ഈ CH3 ഗ്രൂപ്പ് എവിടെയൊക്കെ ഉണ്ട്, യെസ്, ഞാൻ ഈ പറഞ്ഞ 2-ാമത്തെ പൊസിഷനിൽ ഒരു CH3 ഗ്രൂപ്പ് ഉണ്ട്, അതുപോലെ 3-ാമത്തെ പൊസിഷനിൽ ഒരു CH3 ഗ്രൂപ്പ് ഉണ്ട്, അതുപോലെ തന്നെ വീണ്ടും 3-ാമത്തെ പൊസിഷനിൽ ഒരു CH3 ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, അതാണ് 2,3,3 ട്രൈമീഥൈൽ ഹെക്സൈൻ എന്ന് പറയുന്നത്. എന്നിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ നേരത്തെ ഹൈഡ്രജൻ ഫില്ല് ചെയ്ത് കൊടുത്ത പോലെ തന്നെ എന്ത് ചെയ്യുക, ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, സോ CH2, ഇവിടെ CH2 വരും, ഇവിടെ ഒന്നും വരില്ല. കാരണം ഈ ഒരു കാർബൺ എടുക്കുന്ന സമയത്ത് 1 2 3 4 ബോണ്ടുകൾ ഓൾറെഡി പോയി കഴിഞ്ഞു. ഇനി അവിടെ ഹൈഡ്രജൻ വരില്ല. ഇനി ഈ കാർബൺ എടുക്കുന്ന സമയത്ത് 1 2 3 ബോണ്ടുകളാണ് പോയത്. ഒരു ഹൈഡ്രജനുള്ള പോസിബിലിറ്റി അവിടെ ഉണ്ട്. ഓക്കെ, ഒരു ഹൈഡ്രജൻ ഉണ്ട്. ഇനി അതുപോലെ ഇവിടെ CH3 എന്ന് വരും. ഓക്കെ, അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഇങ്ങനെയാണ് ഈ 2,3,3 ട്രൈമീഥൈൽ ഹെക്സൈൻ്റെ സ്ട്രക്ചർ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എത്തോക്സി ബ്യൂട്ടൈൻ. ഓക്കെ, എത്തോക്സി ബ്യൂട്ടൈൻ ഞാൻ പറഞ്ഞതാണ് എത്ത് അല്ലെ. എത്ത് നിങ്ങൾ എഴുതുക. എത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കാർബണേറ്റ് ആണ്, 2 കാർബണേറ്റം. ഇനി അടുത്തത് ഓക്സിയാണ്. ഓക്സി എന്ന് പറഞ്ഞാൽ O എന്ന് നിങ്ങൾ എഴുതുക. ഇനി അതിന് ശേഷം ബ്യൂട്ടാണ്. ബ്യൂട്ട് എന്ന് പറഞ്ഞാൽ എത്ര കാർബണേറ്റ് ആണ്, 4 കാർബണേറ്റം. ഓക്കെ, അപ്പം 4 കാർബണേറ്റ് ഇങ്ങനെ എഴുതി. ഇനി എയിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ സിംഗിൾ ബോണ്ടാണ്. ഇനി ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഹൈഡ്രജനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ CH3 CH2 CH2 CH2, ഇവിടെ അതെ CH2, ഇവിടെ അതെ CH3.
ഇതാണ് നമുക്ക് എന്ത് ചെയ്യുന്ന കിട്ടുന്ന സ്ട്രക്ചർ CH3 CH2 O CH2 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 CH3. വളരെ എളുപ്പമാണ്, ഇത്തരം ചോദ്യങ്ങളൊക്കെ ചെയ്യാൻ വളരെ എളുപ്പമാണ്. പക്ഷേ കൺസെപ്റ്റ് കൃത്യമായിട്ട് അല്ലെങ്കിൽ ആ ഡീറ്റെയിൽഡ് ക്ലാസ്സസ് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ കാണേണ്ടതുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ബ്യൂട്ടാൻ 2-on. ബ്യൂട്ടാൻ 2-on എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ബ്യൂട്ടാൻ അല്ലേ, ബ്യൂട്ടാൻ എന്ന് പറയുമ്പോൾ 4 കാർബണേറ്റ് ഉണ്ട്. 4 കാർബണേറ്റ് നമ്മളിങ്ങനെ എഴുതി. അതിൽ അവർ പറഞ്ഞു രണ്ടാമത്തതിൽ ഓൺ ഉണ്ട് അല്ലേ. ഓൺ എന്ന് പറഞ്ഞാൽ കീറ്റോ ഗ്രൂപ്പ്. കീറ്റോ എന്ന് പറഞ്ഞാൽ എന്താ, CO ഗ്രൂപ്പ് ഉണ്ട് അല്ലേ. രണ്ടാമത്തെ പൊസിഷനിൽ എന്തുണ്ട്, CO ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ രണ്ടാമത്തെ പൊസിഷൻ അല്ലേ, ഇവിടെ 1 2 3 4, ഈ രണ്ടാമത്തെ പൊസിഷനിൽ എന്ത് കൊടുത്താൽ മതി, CO എന്നാക്കി നിങ്ങൾ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ CO ഗ്രൂപ്പ് ഉണ്ട്. രണ്ടാമത്തെ പൊസിഷനിൽ എന്തുണ്ട്, CO ഗ്രൂപ്പ് ഉണ്ട്. ഇനി ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഹൈഡ്രജൻ ഫില്ല് ചെയ്ത് കൊടുത്തോളൂ, വളരെ എളുപ്പമുള്ള പരിപാടിയാണ്. CH3 അല്ലേ, ഇനി ഇവിടെ നോക്കുമ്പോൾ CH2, ഇനി ഇവിടെ നോക്കുമ്പോൾ CH3. ഓക്കെ ആണല്ലോ, ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചർ വരുന്നത് കേട്ടോ. CH3 CO CH2 CH3, ഇതാണ് ഇതിൻ്റെ ബ്യൂട്ടാൻ 2-on സ്ട്രക്ചർ. അടുത്ത ക്വസ്റ്റ്യൻ പെൻറ്റ് 1-ine ആണ്. പെൻറ്റ് 1-ine എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ പെൻറ്റ് എന്ന് പറഞ്ഞാൽ 5 കാർബൺ ആറ്റം, അതിലൊന്നാമത്തതിൽ ഒരു ട്രിപ്പിൾ ബോണ്ട് വന്നിട്ടുണ്ട് അല്ലെ. പെൻറ്റ് നമ്മൾ എഴുതുന്നു അല്ലെ, പെൻറ്റ് എന്ന് പറഞ്ഞാൽ 5 കാർബൺ ആറ്റം വരയ്ക്കുന്നു. ഈ 5 കാർബൺ ആറ്റത്തിൽ എന്ത് വന്നിട്ടുണ്ട്, ഒന്നാമത്തെ പൊസിഷനിൽ ട്രിപ്പിൾ ബോണ്ട് വന്നിട്ടുണ്ട് അല്ലെ. ഒന്നാമത്തെ പൊസിഷൻ, ഒന്നാമത്തെ കാർബൺ ഇതാണല്ലോ, അതിലെന്ത് വന്നിട്ടുണ്ട്, ട്രിപ്പിൾ ബോണ്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ എന്ത് ഫില്ല് ചെയ്ത് കൊടുക്കുക, യെസ്, ഹൈഡ്രജൻ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഹൈഡ്രജൻ ഫില്ല് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് എന്താവും, ആൻസർ കിട്ടും. ഓക്കെ, യെസ്. അപ്പോൾ ഇങ്ങനെയാണോ നിങ്ങൾക്ക് കിട്ടിയത്, CH ട്രിപ്പിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH3. ഓക്കെ, അതാണ് നമുക്ക് എന്ത് ചെയ്യുന്ന ആൻസർ കൃത്യമായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഹെക്സാൻ 2-ol ആണ്. ഹെക്സാൻ 2-ol എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഹെക്സ് എന്ന് പറയുമ്പോൾ 6 കാർബണാറ്റങ്ങളുണ്ട്. അപ്പോൾ 6 കാർബണാറ്റങ്ങൾ ഞാനിങ്ങനെ എന്ത് ചെയ്യാണ്, ഇതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെ വരയ്ക്കുകയാണ്, 6 കാർബണാറ്റം. എന്നിട്ട് രണ്ടാമത്തെ പൊസിഷനിൽ ഓൾ ഗ്രൂപ്പ് ഉണ്ട്. ഓൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അത് ഏത് ഗ്രൂപ്പാണ്, ആൽക്കഹോൾ ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ OH ആണ് വരുന്നത് അല്ലേ, OH ആണ് വരുന്നത്. ഈ OH ഏത് പൊസിഷനിലാണ് വന്നിട്ടുള്ളത്, രണ്ടാമത്തെ പൊസിഷനിലാണ് OH വന്നിട്ടുള്ളത് അല്ലേ. രണ്ടാമത്തെ പൊസിഷൻ മക്കളെ എവിടെ എണ്ണിയടാ, 1 2 3 4 5 6 അല്ലേ. 6 കാർബണേറ്റ് ഉള്ളതിൽ രണ്ടാമത്തതിൽ എന്ത് വന്നു, ഒരു OH വന്നു, ശരിയല്ലേ, ഒരു OH വന്നു. അപ്പോൾ രണ്ടാമത്തതിൽ നിങ്ങൾ എന്ത് കൊടുക്കണം, ഒരു OH കൊടുക്കണം. ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ എന്ത് ചെയ്യുക, നേരത്തെ പോലെ തന്നെ ഹൈഡ്രജൻ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഹൈഡ്രജൻ ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ CH3 വരും. ഓക്കെ, സെറ്റാണെന്ന് വിചാരിക്കുന്നു. സോ ദിസ് ഈസ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ, ഹെക്സാൻ 2-ol. ഓക്കെ, ഹെക്സാൻ 2-ol സ്ട്രക്ചർ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. F ആണ്. F എന്ന് പറഞ്ഞാൽ 3-bromoheptane അല്ലേ. ഇത് നമ്മൾ ചെയ്യുന്ന രീതി ഒന്നുകൂടി പറഞ്ഞുതരാം. ഹെപ്റ്റാൻ അല്ലെ, ഹെപ്റ്റെയിൻ എന്ന് പറയുന്നത് 7 കാർബണാറ്റ് ആണ്. അപ്പോൾ 7 കാർബണാറ്റ് നിങ്ങൾ ഇങ്ങനെ എഴുതുക അല്ലെ, 7 കാർബണാറ്റ് ഇങ്ങനെ എഴുതി. അതിൽ മൂന്നാമത്തെ പൊസിഷനിൽ ബ്രോമോ എന്ന് പറഞ്ഞാൽ Br ആണ്. ഈ Br എവിടെ വന്നിട്ടുണ്ട്, മൂന്നാമത്തതിൽ Br വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 1 2 3 അല്ലെ, ഈ മൂന്നാമത്തതിൽ എന്ത് വന്നിട്ടുണ്ട്, Br വന്നിട്ടുണ്ട്. ഓക്കെ, Br വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഹൈഡ്രജനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഹൈഡ്രജനെ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും, എന്ത് കിട്ടും, CH2 ഇവിടെ CH2, ഇവിടെയും CH3. ഇതാണ് എന്ത് സ്ട്രക്ചർ വരുന്നത്, 3-bromoheptane സ്ട്രക്ചർ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ പെൻറ്റനാൽ ആണ്. പെൻറ്റനാൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇവിടെ പെൻറ്റനാൽ അല്ലെ, പെൻറ്റെയിൻ എന്ന് പറയുമ്പോൾ 5 കാർബണേറ്റ് ആണ്. പെൻറ്റെയിൻ എന്ന് പറയുമ്പോൾ 5 കാർബണേറ്റം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 കാർബണേറ്റ് ഉള്ളതിലേക്ക് CHO ഗ്രൂപ്പ് വന്നിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഈ പെൻറ്റനാൽ എഴുതുന്ന സമയത്ത് മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണം, പലർക്കും തെറ്റാൻ സാധ്യതയുള്ള സാധനമാണ്. അപ്പോൾ പെൻറ്റനാൽ എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, 1 2 3 4 5 കാർബൺ ഇട്ട് കൊടുക്കുക. ഇവിടെ ആൽ എന്ന് പറയുമ്പോൾ CHO ഗ്രൂപ്പാണ് അല്ലേ, അറ്റത്ത് എന്ത് വരണം, CHO ഗ്രൂപ്പ്. അപ്പോൾ ഈ കാർബണെ നമ്മൾ എന്താക്കി കൊടുക്കണം, CHO ഗ്രൂപ്പാക്കി കൊടുക്കണം. ഓക്കെ, നമ്മളിവിടെ ആദ്യമേ 5 കാർബൺ കൊടുത്തു, അതിനുശേഷം CHO ഗ്രൂപ്പ് ആക്കിയിട്ട് ഇതിന് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് നമ്മൾ എന്താക്കി മാറ്റി, യെസ്, ഈ ഒരു കാർബൺ എന്താക്കി മാറ്റി, CHO ഗ്രൂപ്പ് ആക്കി മാറ്റി. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഹൈഡ്രജൻ സാധാരണ പോലെ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, CH2 CH3, ഇതാണ് നിങ്ങളുടെ പെൻറ്റനാൽ എന്ന് പറയുന്ന കോമ്പൗണ്ട്. ഓക്കെ, പെൻറ്റനാൽ. പലരും ഇവിടെ തെറ്റിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ ആദ്യമേ 5 കാർബൺ എഴുതി വയ്ക്കും, അതിനുശേഷം ലാസ്റ്റ് ഒരു CHO കൂടി പുതിയതായിട്ട് കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. ഈ കാർബണിനെയാണ് എന്താക്കി മാറ്റേണ്ടത്, CHO ആക്കി മാറ്റേണ്ടത്. ഓക്കെ, സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് മൂന്നാമത്തെ ചോദ്യത്തിൽ ഉണ്ടായിരുന്നത്.
ഇനി നാലാമത്തെ ചോദ്യം, ദ സ്ട്രക്ചറൽ ഫോർമുല ആൻഡ് IUPAC നെയിം ഓഫ് സർട്ടൻ കോമ്പൗണ്ട്സ് ആർ ഗിവൺ. കുറച്ച് IUPAC നെയിമുകളും അതിന്റെ സ്ട്രക്ചറും കൊടുത്തിട്ടുണ്ട്. ഐഡന്റിഫൈ ദ റോങ് വൺസ് ആൻഡ് കറക്റ്റ് ദം. തെറ്റായത് കണ്ടെത്തിയിട്ട് അതിനെ ശരിയാക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈ ഒരു സ്ട്രക്ചർ നൽകിയിട്ട് 2-ethyl pentane എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന്റെ പേര് നമ്മൾ ഇടുന്ന സമയത്ത് നിങ്ങൾ നോക്കുമ്പോൾ തന്നെ അറിയാം, ഈ മെയിൻ ചെയിൻ നിങ്ങൾ ഇതായിട്ടായിരിക്കും എടുത്തിട്ടുണ്ടാവുക. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ മെയിൻ ചെയിൻ തെറ്റാണ്. ഈ മെയിൻ ചെയിൻ്റെ പ്രത്യേകത എന്താണ്? ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റങ്ങൾ പ്രസന്റ് ആയിരിക്കണം അല്ലേ, ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റങ്ങൾ ഉണ്ടാവണം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ മെയിൻ ചെയിൻ വരിക. ഇങ്ങനെ ഈ ഒരു മെയിൻ ചെയിൻ എടുക്കുന്ന സമയത്ത് 1, 2, 3, 4, 5, 6 കാർബൺ ആറ്റം വരുന്നുണ്ട്. അപ്പോൾ 6 കാർബൺ ആറ്റം വരികയാണെങ്കിൽ പെൻറ്റെയിൻ അല്ല നമുക്ക് വരിക, നമുക്ക് എന്താണ് വരിക? ഹെക്സെയിൻ എന്നാണ് വരിക അല്ലേ. അതുപോലെ ഇങ്ങനെ ഹെക്സെയിൻ എടുക്കുന്ന സമയത്ത് ബ്രാഞ്ച് മീഥൈൽ ഗ്രൂപ്പാണ് വരിക. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് എന്താണ്? തെറ്റായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, തെറ്റായിട്ടുള്ള IUPAC നെയിമാണ്. ഇതിൻ്റെ IUPAC നെയിം കൃത്യമായിട്ട് നമ്മൾ എഴുതുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 3-methyl hexane എന്നാണ്. 3-methyl hexane. ഓക്കെ, 3-methyl hexane എന്നാണ് കിട്ടുന്നത്. നിങ്ങൾ തന്നെ പേര് എഴുതി നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും 3-methyl hexane എന്ന് പറഞ്ഞിട്ട് കിട്ടും. സോ ഫസ്റ്റ് വൺ തെറ്റാണ്. അതിന് ശരിയായിട്ടുള്ള ആൻസർ 3-methyl hexane ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, CH3 CH2 CH2 CO CH3. ഓക്കെ, ഇതിൽ പെൻറ്റാൻ 2-on എന്നാണ് പറയുന്നത്. പെൻറ്റാൻ 2-on എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ഈ സംഭവം എടുക്കുന്ന സമയത്ത് നമ്മൾ 1 2 3 4 5, ഇനി ഇവിടെ അതെ 1 2 3 4 5 ഇതെടുക്കുന്ന സമയത്ത് ഈ CO ഗ്രൂപ്പിന് എന്ത് വരണം? കുറവ് നമ്പർ വരണം അല്ലേ. 4ഉം വന്നു 2ഉം വന്നു. ഏതാണ് നിങ്ങൾ എടുക്കുക? 2 ആണ് എടുക്കുക. കാരണം കുറവ് നമ്പറാണ് നമ്മൾ എപ്പോഴും എടുക്കേണ്ടത്. അപ്പോൾ 2 എടുത്തു. 2 എടുക്കുന്ന സമയത്ത് 5 കാർബൺ ആറ്റത്തിൽ 2-on അല്ലേ. ശരിയല്ലേ ഈ ഒരു ക്വസ്റ്റ്യൻ? യെസ്, ഈ ഒരു ക്വസ്റ്റ്യനിൽ നൽകിയിരിക്കുന്നത് ശരിയാണ്. ഓക്കെ, ശരിയായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ടിക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, രണ്ടാമത്തേതിൽ തെറ്റൊന്നുമില്ല. ഇനി മൂന്നാമത്തെ നോക്കുന്ന സമയത്ത് മൂന്നാമത്തേതിൽ CH3 CH2 CH2 C ട്രിപ്പിൾ ബോണ്ട് CCH3 എന്ന് പറയുന്ന വലിയൊരു കോമ്പൗണ്ട് കൊടുത്തിട്ടുണ്ട്. അത് ഹെക്സ് 3 അയന എന്നാണ് പറയുന്നത്. അത് ശരിയാണോ തെറ്റാണോ? ഉറപ്പായിട്ടും അത് തെറ്റാണ്. കാരണം നിങ്ങളിവിടെ നമ്പർ ചെയ്യുന്ന സമയത്ത് 1 2 3 അല്ലെ, ഈ ട്രിപ്പിൾ ബോണ്ട് വന്നിട്ടുള്ള കാർബണ് ഏത് നമ്പറാണ് വരുന്നത്? യെസ്, 2 എന്ന് പറയുന്ന നമ്പറാണ് വരുന്നത് അല്ലേ. നിങ്ങളുടെ ഇവിടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത് 3 അയൻ എന്നാണ്. അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ നമുക്ക് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് ഹെക്സ് ഹെക്സ് 2 അയൻ എന്നാണ് നമുക്ക് വരിക. ഓക്കെ, ഹെക്സ് 2 അയൻ എന്നാണ് ഈ ഒരു ആൻസർ നമുക്ക് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കുന്ന സമയത്ത് നാലാമത്തെ ചോദ്യത്തിൽ ഇവിടെ CH3 CH2 CH CCH3 മുകളിലേക്കും താഴേക്കും Cl, ഇവിടെ ഒരു Cl. അതിൻ്റെ പേര് 2,3-ഡൈക്ലോറോപെൻറ്റെയിൻ. അത് ഉറപ്പായിട്ടും തെറ്റാണ്. കാരണം ഇവിടെ 3 ക്ലോറിൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ട്രൈക്ലോറോ എന്തെങ്കിലും വരുന്നായിരുന്നു. ഓക്കെ, ഇത് കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് അത് തെറ്റാണ്. ഓക്കെ, സോ ഇവിടെ നമ്പർ ചെയ്യുന്ന സമയത്ത് 1 2 3 4 5 അല്ലെ, 5 കാർബണേറ്റ് ഉണ്ട്. അതിൽ രണ്ടാമത്തെ പൊസിഷനിൽ ഒരു ക്ലോറിൻ ഉണ്ട്, വീണ്ടും രണ്ടാമത്തെ പൊസിഷനിൽ ഒരു ക്ലോറിൻ ഉണ്ട്, അതുപോലെ തന്നെ മൂന്നാമത്തെ പൊസിഷനിലും ഒരു ക്ലോറിൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേര് നമ്മൾ എങ്ങനെയാണ് എഴുതുക? ഇതിൻ്റെ പേര് നമ്മൾ എഴുതും 2 2 3 ട്രൈക്ലോറോ അല്ലെ. ട്രൈക്ലോറോ എന്ന് എഴുതാൻ കാരണം എന്താ? 3 ക്ലോറിൻ വന്നിട്ടുണ്ട്. ട്രൈക്ലോറോ പെൻറ്റെയിൻ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. 2 2 3 ട്രൈക്ലോറോ പെൻറ്റെയിൻ. ഓക്കെ, 2 2 3 ട്രൈക്ലോറോ പെൻറ്റെയിൻ എന്നാണ് നമുക്ക് ആൻസർ വരുന്നത്. ഓക്കെ, സോ ഫോർത്ത് ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 2 കോമ്പൗണ്ടുകൾ നൽകിയിട്ടുണ്ട് അല്ലേ. ഒന്നാമത്തെയും രണ്ടാമത്തെയും കോമ്പൗണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. വാട്ട് ടൈപ്പ് ഓഫ് ഐസോമെറിസം ഡു ദീസ് കോമ്പൗണ്ട് എക്സിബിറ്റ്? ഈ 2 കോമ്പൗണ്ടുകൾക്കും ഉള്ള ഐസോമെറിസം എന്താണെന്നാണ് ചോദ്യം. സോ നിങ്ങളിവിടെ നോക്കുന്ന സമയത്ത് ആദ്യത്തേത് ആൽക്കോക്സി ഗ്രൂപ്പാണ്, രണ്ടാമത്തേത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ് അല്ലേ. അതായത് രണ്ടിൻ്റെയും ഫങ്ഷണൽ ഗ്രൂപ്പുകൾ വ്യത്യാസമുണ്ട്, ശരിയല്ലേ. അപ്പോൾ ഇതുകൊണ്ട് ഇതിനെ ഈ ഒരു ഐസോമെറിസത്തിന് നമ്മൾ പറയുന്ന പേര് ഫങ്ഷണൽ ഐസോമെറിസം എന്നാണ്. ഓക്കെ, ഫങ്ഷണൽ ഐസോമെറിസം. ഓക്കെ, എന്തുകൊണ്ടാണ് ഫങ്ഷണൽ ഐസോമെറിസം എന്ന് പറയാൻ കാരണം മറ്റൊന്നുമല്ല, ആദ്യത്തേൽ ആൽക്കോക്സി എന്ന് പറഞ്ഞ ഫങ്ഷൻ ഗ്രൂപ്പാണ്, രണ്ടാമത്തേത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അല്ലെ. ഹൈഡ്രോക്സിൽ അല്ലെങ്കിൽ OH ഗ്രൂപ്പ് അല്ലെങ്കിൽ ആൽക്കഹോൾ ഗ്രൂപ്പ് എന്നൊക്കെ പറയാറുണ്ട്. OH ഗ്രൂപ്പാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ ഫങ്ഷണൽ ഐസോമെറിസം എന്ന് നമ്മൾ പറയും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് മെറ്റാമർ ഓഫ് ദ കോമ്പൗണ്ട് 1. ഓക്കെ, ആദ്യത്തെ കോമ്പൗണ്ടിൻ്റെ മെറ്റാമർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മെറ്റാമർ എഴുതാൻ വളരെ എളുപ്പമാണ്. ഈ ഒരു ഓക്സിജൻ 2 കാർബൺ കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഓക്സിജൻ വന്നിരിക്കുന്നത് അല്ലേ. ഈ ഓക്സിജൻ എടുത്ത് എന്ത് എഴുതിയാൽ മതി? യെസ്, ഇതിൻ്റെ ഇടയിൽ കൊണ്ടുപോയി എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ മെറ്റാമർ കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാനിവിടെ എഴുതുകയാണ്. CH3 O CH2 CH2 CH3.
ഓക്കെ ആണല്ലോ. ഇതാണ് അതിൻ്റെ എന്ത് മെറ്റാമർ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, CH3O CH2 CH2 CH3 ഇതാണ് അതിൻ്റെ മെറ്റാമർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് 2 കോമ്പൗണ്ട്സ് ആർ ഗിവൺ. 2 കോമ്പൗണ്ടുകളുണ്ട്, അതിൻ്റെ സ്ട്രക്ചറുകൾ നൽകിയിട്ടുണ്ട്. ഓക്കെ, വാട്ട് ഈസ് ദ IUPAC നെയിം ഓഫ് ഫസ്റ്റ് കോമ്പൗണ്ട്? ആദ്യത്തെ കോമ്പൗണ്ടിൻ്റെ പേര് നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും, CH3 CH2 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 CHO അല്ലേ. ഇവിടെ CHO ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആൽഡിഹൈഡ് ആണ്. ആൽഡിഹൈഡ് ആയതുകൊണ്ട് ഇവിടെ നമുക്ക് എന്തെഴുതാൻ പറ്റും ഇതിൻ്റെ പേര്? യെസ്, ഇവിടെ എത്ര കാർബണേറ്റ് ഉണ്ട്? 1 2 3 4 5 കാർബണേറ്റ് ഉണ്ട്. 5 കാർബണേറ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ പേര് നമുക്ക് പെൻറ്റ് ആൻഡ് ആല് എന്ന് നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ ആവും. ഓക്കെ, എന്തുകൊണ്ടാണ് ആലെന്ന് എഴുതാൻ കാരണം? ആലെന്ന് എഴുതാൻ കാരണം ഈ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഇതിൽ വന്നതുകൊണ്ടാണ്. അപ്പോൾ പെൻറ്റനാലാണ് ഇതിൻ്റെ എന്ത് IUPAC നെയിം നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദീസ് 2 കോമ്പൗണ്ട്സ് ആർ ഐസോമേഴ്സ്. വൈ? ഈ 2 കോമ്പൗണ്ടുകൾ ഐസോമറുകളാണ്. നിങ്ങൾ നോക്കുമ്പോൾ ഇതിൻ്റെ മോളിക്കുലാർ ഫോർമുല വ്യത്യാസം ഇല്ല, സെയിം ആണ് എപ്പോഴും മോളിക്കുലാർ ഫോർമുല ഉണ്ടാവുക. പക്ഷേ ഈ CHO ഗ്രൂപ്പിലും CO ഗ്രൂപ്പിലാണ് വ്യത്യാസം വന്നിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം? യെസ്, ദേ ഹാവ് സെയിം മോളിക്കുലാർ ഫോർമുല. ഇങ്ങനെ എഴുതി വെച്ചാൽ മതി, അവർക്ക് എന്താണ്? സെയിം മോളിക്കുലാർ ഫോർമുലയാണ് അല്ലേ. മോളിക്കുലാർ ഫോർമുല എന്ന് പറഞ്ഞാൽ തന്മാത്ര സമവാക്യം ഒരുപോലെയാണ്, പക്ഷേ അവരുടെ എന്ത് വ്യത്യാസമുണ്ട്? യെസ്, സ്ട്രക്ചറിൽ വ്യത്യാസമുണ്ട് അല്ലേ. സ്ട്രക്ചർ ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഇതാണ് അതിൻ്റെ ആൻസർ. ദേ ഹാവ് സെയിം മോളിക്കുലാർ ഫോർമുല ബട്ട് ഡിഫറെൻറ്റ് സ്ട്രക്ചർ. ഓക്കെ, അതാണ് രണ്ടാമത്തതിൻ്റെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ, വാട്ട് ടൈപ്പ് ഓഫ് ഐസോമറിസം ഡു ദീസ് കോമ്പൗണ്ട് എക്സിബിറ്റ്? ഏത് ടൈപ്പ് ഐസോമർസ് ആണ്? നിങ്ങൾ തന്നെ പറഞ്ഞു, നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഇവിടെ CHO ഗ്രൂപ്പാണ് വന്നത്, ഇവിടെ CO ഗ്രൂപ്പാണ് വന്നത്. ദാറ്റ് മീൻസ് അതിൻ്റെ എന്ത് വ്യത്യാസമുണ്ട്? ഫങ്ഷണൽ ഗ്രൂപ്പുകൾ രണ്ടും 2 ആണ് അല്ലേ. ഫങ്ഷൻ ഗ്രൂപ്പ് രണ്ടും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഐസോമറിസത്തിന് നമുക്ക് പേര് പറയാം, ദാറ്റ് ഈസ് ഫങ്ഷണൽ ഐസോമറിസം അല്ലെ. ഫങ്ഷണൽ ഐസോമറിസം എന്ന് നമുക്ക് സിമ്പിളായിട്ട് ഇതിൻ്റെ പേര് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, ഫങ്ഷണൽ ഐസോമറിസം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചു നോക്കണം. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ പൊസിഷൻ ഐസോമർ ഓഫ് ദ സെക്കൻഡ് കോമ്പൗണ്ട്. അതായത് ഈ കോമ്പൗണ്ടിൻ്റെ എന്ത് വേണം? യെസ്, പൊസിഷൻ ഐസോമറിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല വേണം. ദാറ്റ് മീൻസ് നിങ്ങളിവിടെ എഴുതുമ്പോഴറിയാം, അതായത് ഈ CO ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഈ CO ഗ്രൂപ്പ് നിങ്ങൾ ഇതിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ എന്ത് കിട്ടും? പൊസിഷനിൽ ഉള്ള ഐസോമറിസം കിട്ടും. ഓക്കെ, അതായത് അതിൻ്റെ പൊസിഷൻ മാറ്റി എഴുതിയാൽ മതി. അതായത് ഈ CO ഗ്രൂപ്പിൻ്റെ എന്ത് മാറ്റിയാൽ മതി? പൊസിഷൻ മാറ്റിയാൽ മതി. അപ്പോൾ ഞാൻ ഇതിൻ്റെ ആൻസർ എഴുതാണ്. ഡി ക്വസ്റ്റിൻ്റെ ആൻസർ CH3 CH2 CO CH2 CH3 ഇതാണ് അതിൻ്റെ എന്ത്? പൊസിഷൻ ഐസോമറിസം അല്ലെ, അല്ലെങ്കിൽ പൊസിഷൻ ഐസോമർ എന്ന് പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും നമ്മൾ വ്യത്യാസം വരുത്തിയത്? ഈ പറഞ്ഞ CO ഗ്രൂപ്പ് ഇവിടെ എത്രയായിരുന്നു? യെസ്, ഇവിടെ 4ാമത്തെ പോയിന്റിലായിരുന്നു. ഇതിലേക്ക് വന്ന സമയത്ത് നമ്മൾ എന്താക്കി മാറ്റി? അതിനെ എത്രാമത്തെ പോയിന്റ് ആക്കി? 3ാമത്തെ പോയിന്റ് ആക്കിയിട്ട് മാറ്റി എന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു വ്യത്യാസം നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കിയെടുക്കുക. ഇതാണ് അതിൻ്റെ പൊസിഷൻ ഐസോമർ. ഓക്കെ, ഇനി 7ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. യെസ്, ഇനി 7ാമത്തെ ചോദ്യം നിങ്ങൾക്ക് കാണാം. എക്സാമിൻ ദ കോമ്പൗണ്ട്സ് ഗിവൺ ബിലോ ആൻഡ് ഐഡന്റിഫൈ ദ ഐസോമറിക് പെയേഴ്സ്. ഐസോമറുകളുടെ പെയർ ഏതാണെന്നാണ് കണ്ടെത്തേണ്ടത്. വാട്ട് ടൈപ്പ് ഓഫ് ഐസോമറിസം ഈസ് ഷോൺ ബൈ ഈച്ച് പെയർ? ഓരോ പെയറും എന്ത് ഐസോമർസ് ആണ് കാണിക്കുന്നതെന്നാണ് ചോദ്യം. ഓക്കെ, സോ നിങ്ങളിവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഈ പറഞ്ഞ പ്രൊപ്പാൻ 1ഓളും പ്രൊപ്പാൻ 2ഓളും എന്താണ്? യെസ്, ഈ പറഞ്ഞ പൊസിഷൻ ഐസോമർസ് ആണ് അല്ലേ. കാരണം പ്രൊപ്പാൻ 1ഓൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിയാൽ CH3 CH2 CH2OH ഇതാണ് പ്രൊപ്പാൻ 1ഓൾ. ഇനി പ്രൊപ്പാൻ 2ഓൾ എന്ന് പറയുന്ന സമയത്ത് CH3 CH2 CH3 അല്ലെ. പ്രൊപ്പാൻ 2ഓൾ അല്ലേ നമ്മൾ പറഞ്ഞത്. പ്രൊപ്പാൻ 2ഓൾ എന്ന് പറയുമ്പോൾ ഇവിടെ OH വന്നു. അപ്പോൾ ഇത് രണ്ടും നോക്കുന്ന സമയത്ത് സെയിം ആണ് മോളിക്കുലാർ ഫോർമുല അല്ലെ. മോളിക്കുലാർ ഫോർമുല C3H എത്രയാണ് വന്നത്? 4ഉം 3ഉം 7ഉം 1ഉം 8 അല്ലെ. C3H8. ഇത് നോക്കുമ്പോൾ എന്ത് തന്നെയാണ്? C3H8 അല്ലെ. O കൂടി ഉണ്ട്, ഓക്സിജനും കൂടി ഉണ്ട്. അപ്പോൾ C3H8 O തന്നെയാണ് വന്നത്. ഓക്കെ, അപ്പോൾ C3H8 O എന്നാണ് വന്നത്. അപ്പോൾ നമുക്കിവിടെ എഴുതാം ഈ പറഞ്ഞ ഏതൊക്കെ? ഈ പറഞ്ഞ പ്രൊപ്പാൻ 1ഓളും പ്രൊപ്പാൻ 2ഓളും എന്താണ്? ഏത് ഐസോമറുകളാണ്? പൊസിഷൻ ഐസോമറുകളാണ് കേട്ടോ. ഓർത്ത് വെച്ചോണം, പൊസിഷൻ ഐസോമറുകളാണ്. കാരണം അതിൻ്റെ OH ഗ്രൂപ്പ് രണ്ടും 2 രീതിയിലാണ് വന്നിട്ടുള്ളത്. 2 പൊസിഷനുകളിലാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് അതിൻ്റെ പൊസിഷൻ ഐസോമറിസം എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അടുത്തതിൽ Aയും Dയും അല്ലേ. മെത്തോക്സി പ്രൊപ്പൈനും ഈത്തോക്സി ഈതൈനും
അല്ലെ, മെത്തോക്സി പ്രൊപ്പൈനും ഈത്തോക്സി ഈതൈനും രണ്ടിലും എന്ത് തന്നെയാണ്, ഓക്സി ഗ്രൂപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ മെത്ത്, ഇവിടെ എത്ത്, ഇവിടെ പ്രൊപ്പൈൻ, ഇവിടെ ഈതൈൻ. ഇത് നമുക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും ഇത് എന്തിലാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. യെസ്, മെറ്റാമെറിസ് ആണ് അല്ലേ. എന്ത് മെറിസാണ്? മെറ്റാമെറിസം എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ രണ്ടിൻ്റെയും ഓക്സിജൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ളത് 2 ഗ്രൂപ്പുകളും വ്യത്യാസമുണ്ട് അല്ലേ. അപ്പോൾ ഇത് നമുക്ക് രണ്ടിൻ്റെയും പറയാൻ പറ്റും. ഈ പറഞ്ഞ ബ്ലൂ കൊണ്ട് ഞാൻ മാർക്ക് ചെയ്തത് എന്താണ്, മെറ്റാമെറിസ് ആണ് കേട്ടോ, മെറ്റാമെറിസം. ഓക്കെ, മെറ്റാമെറിസം. ഇനി അടുത്തത് ഈ പറഞ്ഞ 2,3 ഡൈമീഥൈൽ ബ്യൂട്ടൈനും ഹെക്സൈനും. ഇത് രണ്ടും നിങ്ങൾക്കറിയാം അല്ലെ. ബ്യൂട്ടൈൻ എന്ന് പറയുമ്പോൾ ഇവിടെ 4 കാർബൺ ആറ്റങ്ങൾ ഉണ്ടാവും. അതിൽ 2ാമത്തെ പൊസിഷനിൽ ഒരു മീഥൈൽ ഉണ്ട്, ഇതുപോലെ തന്നെ 3ാമത്തെ പൊസിഷനിലും ഒരു മീഥൈൽ ഉണ്ട്. ഹെക്സൈൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് എന്താണ്, ഒരു കാർബൺ ചെയിനിൽ 6 കാർബൺ ഉള്ള ഒരു ചെയിനാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇത് രണ്ടും നമുക്ക് വരുന്നത് ചെയിൻ ഐസോമർസ് ആണ് കേട്ടോ. ഓർത്ത് വെച്ചോണം, ഇത് പഠിച്ചു വെച്ചോണം. ഇത് രണ്ടും വരുന്നത് നമുക്ക് എന്താണ്, ചെയിൻ ഐസോമർസ് ആണ്. അപ്പോൾ റെഡ് കൊണ്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത് ഏതാണ്, യെസ്, ചെയിൻ ഐസോമർസ് ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. ഇതാണ് അതിൻ്റെ സൊല്യൂഷൻ നമുക്ക് വരുന്നത്, ചെയിൻ ഐസോമർസ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, യെസ്, ഇതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. സോ നിങ്ങളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലൈവ് ക്ലാസ്സുകൾ കൂടി ഞാൻ എന്ത് ചെയ്യാം, പ്രൊവൈഡ് ചെയ്യാം. സോ ഇത്രയാണ് ഈ പറഞ്ഞ 7 ചോദ്യങ്ങൾ നമ്മുടെ ലെറ്റ് SSS ചോദ്യങ്ങളായിട്ട് കൊടുത്തിരിക്കുന്നത്. ലൈവ് ക്ലാസ്സുകൾ എടുക്കാനായിട്ട് താല്പര്യമുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ലൈവ് വേണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ കോൺസെപ്റ്റുകൾ ക്ലിയർ ആക്കി എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, സോ നമുക്ക് അടുത്ത സബ്ജക്റ്റ് അതുപോലെ തന്നെ അടുത്ത ലെറ്റ് SSS ചോദ്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. സോ ബൈ, താങ്ക് യു.